ദൈവത്തിൻ പൈതലെ നീ കലങ്ങിടുന്നോ? കർത്താവിൽ പൂർണ്ണമായി നീ ആശ്രയിക്കൂ. ദൈവത്തിൻ പൈതലെ നീ കലങ്ങിടുന്നോ? കർത്താവിൽ പൂർണ്ണമായി നീ ആശ്രയിക്കൂ. ഭാവിയെ ഓർത്തു നീ ഭാരപ്പെടുമ്പോൾ നിനക്കായി കരുതുന്നോൻ കൂടെയില്ലേ? ഭാവിയെ ഓർത്തു നീ ഭാരപ്പെടുമ്പോൾ നിനക്കായി കരുതുന്നോൻ കൂടെയില്ലേ? യഹോവ ശാലോം സമാധാനം നൽകും. യഹോവ ഈരേ കരുതിടും നിന്നെ. യഹോവ ശമ്മ കൂടെയുള്ളതാലേ യാതൊരു ഭാരവും വേണ്ടിനിയും. യഹോവ ശാലോം സമാധാനം നൽകും. യഹോവ ഈരേ കരുതിടും നിന്നെ. യഹോവ ശമ്മ കൂടെയുള്ളതാലേ യാതൊരു ഭാരവും വേണ്ടിനിയും. പ്രിയമുള്ളവരെ, ഒരുപാട് വചന കൂട്ടായ്മയിലും കൺവെൻഷനിലും ധ്യാനങ്ങളിലൊക്കെ പങ്കെടുത്തിട്ടുള്ള ശ്രേഷ്ഠരായ നിങ്ങളുടെ ജീവിതത്തിൽ കുറേ ഡെഫിനിഷൻസോ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞ് വിശ്വാസത്തിൻ്റെ ധാരയൊന്നും പറഞ്ഞ് ഉറപ്പിക്കുന്നതിലുപരിയായിട്ട് നമ്മളൊക്കെ സാധാരണ കുടുംബജീവിതക്കാരാണ്. നമ്മുടെ കുടുംബത്തിൻ്റെ ഉള്ളറകളിലെ വിശ്വാസത്തിൻ്റെ ഉയർച്ചയും താഴ്ചയും നേട്ടവും കോട്ടവും ഒക്കെ നമുക്ക് നന്നായി അറിയാം. എത്ര ആത്മീയതയിൽ നിറഞ്ഞു എന്ന് പറയുമ്പോഴും തളർന്നു പോകുന്ന അനുഭവങ്ങളുണ്ട്. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ടെന്ന് ദൈവം കൂടെ പറയുമ്പോഴും നിരാശയിലും ആകുലതയിലും ഉത്കണ്ഠയിലും തളർന്നു പോകുന്ന ജീവിതങ്ങളാണ് നമ്മളൊക്കെ. എന്നാൽ പ്രിയമുള്ളവരെ, ജീവിതത്തിൽ ഉറച്ചു നിൽക്കുവാൻ, വിശ്വാസത്തിൽ ആഴപ്പെടുവാൻ നമുക്കറിയാം, തിരുവചനം മുഴുവൻ വിശ്വാസത്തിൻ്റെ അനുഭവങ്ങളുടെ ഒരു തീർത്ഥയാത്രയാണ്. എത്രയോ വിശ്വാസ വീരന്മാരെ പരിചയപ്പെടുത്തുന്ന ആഴങ്ങൾ തിരുവചനത്തിലൂടെ കടന്നു പോകുമ്പോൾ കാണാൻ പറ്റുന്നുണ്ട്. ഒത്തിരിയേറെ ധ്യാന പ്രസംഗങ്ങളിലും കൺവെൻഷൻ വേദികളിലും വിശ്വാസം എന്നൊരു വിഷയമാക്കി തന്നെ അനേക വചന പ്രഘോഷകർ പങ്കുവെച്ചിട്ടുള്ള വിഷയങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കി മനനം ചെയ്ത് ജീവിതത്തിൽ പകർത്തിയിട്ടുമുണ്ട്. എന്നാൽ സഹോദരങ്ങളെ, ജീവിതത്തിൽ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുവാൻ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നിനക്ക് ഞാൻ ജ്ഞാനത്തിൻ്റെ സ്നാനം തരുന്നു എന്ന് പറഞ്ഞ് ഒരു ക്രിസ്ത്യാനിയായി, സഭയുടെ കുഞ്ഞായി പുരോഹിതൻ നെറ്റിയിൽ കുരിശു വരച്ച് അവനെ സഭയുടെ കുഞ്ഞാക്കി മാറ്റുമ്പോൾ അവിടെ മുതൽ ഇങ്ങനെ വിശ്വാസത്തിൻ്റെ ഒരു വീരനായി ധീരയായി വളർന്നു വരേണ്ട ഒരു കുഞ്ഞ് പലപ്പോഴും തളർന്നു പോകുന്ന അവസ്ഥ ഇന്ന് നമുക്കറിയാം. പലപ്പോഴും നമ്മൾ തളർന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം ഇതൊക്കെ. ഇവിടെ പതറാനുള്ളവനല്ല ക്രിസ്ത്യാനി, മറിച്ച് എത്രമാത്രം സഭ ആക്രമിക്കപ്പെട്ടിട്ടുണ്ടോ, എത്രമാത്രം സഭയിൽ കാറ്റും കോളും ഉയർന്നിട്ടുണ്ടോ, അത്രമാത്രം വിശ്വാസ വീര്യം ഉണർന്നുയർന്നേ സഭ മുന്നേറിയിട്ടുള്ളൂ. എവിടെയൊക്കെ ശുഷ്കതയും ശൂന്യതയും ഉണ്ടായിട്ടുണ്ടോ അവിടെ പരിശുദ്ധാത്മാവ് തൻ്റെ വിശ്വാസത്തിൻ്റെ വരമഴ പെയ്യിച്ച് നമ്മുടെ ജീവിതങ്ങളെ പടുത്തുയർത്തിയിട്ടുണ്ട്, പടുത്തുയർത്തും. പ്രിയ സഹോദരങ്ങളെ, മാതാപിതാക്കളെ, നമ്മളുടെ വിശ്വാസത്തിൻ്റെ മാതൃകയാണ് ഇനി കടന്നു വരുന്ന കുഞ്ഞുമക്കളുടെ ജീവിതത്തിൽ പുത്തൻ തലമുറകളിൽ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുവാൻ ശക്തി പകരുന്നത് എന്നത് മറക്കരുത്. നമുക്കറിയാം, ഈ ക്രിസ്തീയ ജീവിതത്തിൻ്റെ വഴിത്താര കിട്ടിയ വിശ്വാസത്തിൻ്റെ ആ ദൃഢമായ മൂല്യത്തിൽ ഉറച്ചു നിൽക്കുവാനുള്ള കാഴ്ചപ്പാട് ലഭ്യമാകുന്നത് അത് പൂർവികരിൽ നിന്നാണ്. നമുക്കറിയാം, പഴയ കാലങ്ങളിലുള്ള നമ്മുടെ പൂർവിക തലങ്ങളിലൊക്കെ വിശ്വാസധാരയുടെ അർത്ഥവും ആഴവും ഇപ്പോഴുണ്ടോ എന്ന് മനനം ചെയ്യേണ്ടതുണ്ട്. ഇത് പറയുമ്പോൾ ഞാൻ ഓർത്തു പോവുകയെ എന്താണെന്നറിയാമോ, എൻ്റെ വീട്, ഞാൻ കോതമംഗലം രൂപതാംഗമാണ്. എൻ്റെ വീട് തൊടുപുഴയടുത്ത് കലയന്താനി എന്ന് പറയുന്ന വീട്ടുപേരല്ല, ഒരു കൊച്ചി ഇടവകയാണ്. കോതമംഗലം രൂപതയിൽ കൊച്ചി ഇടവകയാണ് കലയന്താനി. ആ കൊച്ചി ഇടവകയിൽ ഒരു മലമ്പ്രദേശമുണ്ട്, വലിയ ഉയർന്ന മലയാണ്. ആ മലയുടെ മുകളിലാണ് ഞങ്ങളുടെ കൊച്ചു വീട്. ഞാൻ ബാല്യത്തിൽ ഓർക്കുന്നത്, ആ ബാല്യത്തിൽ ആ കൊച്ചു വീട്ടിനുള്ളിൽ ചാച്ചൻ അമ്മച്ചി ഞങ്ങൾ 5 മക്കളാണ്. ഞാൻ ഏറ്റവും ഇളയ സന്തതി. പ്രിയമുള്ളവരെ, സന്ധ്യയാകുമ്പോൾ അവിടെ ഉയരുന്ന പ്രാർത്ഥന, ഞങ്ങൾ വലിയ സമ്പന്നതയുടെ ഉന്നതിയൊന്നുമല്ല, വളരെ സാധാരണ കർഷക കുടുംബമാണ്. പക്ഷെ സന്ധ്യയാകുമ്പോൾ എത്ര തിരക്കാണെങ്കിലും മക്കളെ നിർബന്ധിച്ച് മുട്ടുകുത്തിച്ച് കരങ്ങളിൽ കൊന്ത പിടിപ്പിക്കുന്ന അമ്മ ഞാൻ പല വേദികളും ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഓർക്കുന്നുണ്ട്, ആ കാർഷിക തലങ്ങളിൽ മുന്നേറുമ്പോൾ ആ കാർഷിക കുടുംബം, ആ കൊച്ചു കുടുംബം
ഞാൻ എൻ്റെ കുടുംബത്തെ പരിചയപ്പെടുത്തുമ്പോൾ ഞാൻ ഓർത്തു പോകുന്നത് ഒരിക്കലും മറക്കാത്ത പ്രാർത്ഥനയുടെ ആഴങ്ങളാണ്. ഇല്ലായ്മയിലും വല്ലായ്മയിലും പരിശുദ്ധ കുർബാനയോടും പരിശുദ്ധ അമ്മയോടും മുറുകെ പിടിച്ച് സ്നേഹിച്ച എൻ്റെ അമ്മച്ചി ഇന്നുണ്ട്, പ്രായാധിക്യത്തിലെത്തി. പ്രിയമുള്ളവർ, ഞാൻ ഓർക്കുന്നുണ്ട്, ഒരു ദിവസം ഈ മലമ്പ്രദേശത്ത് ഞങ്ങളുടെ വീട് ഏറ്റവും ഉയർന്ന സ്ഥലത്താണ്, അടുത്തൊന്നും വലിയ അയലോക്കമൊന്നുമില്ല. അപ്പം രാവിലെ തുടങ്ങിയ മഴ ഉച്ചയായി, സായന്തനമായി, സന്ധ്യയായി, മഴ തോർന്നിട്ടില്ല. അപ്പോൾ അമ്മച്ചി പറഞ്ഞു, ചാച്ചൻ പറഞ്ഞു, ഇങ്ങനെ മഴ പെയ്ത് കഴിഞ്ഞ് ഇന്നെന്തെങ്കിലും സംഭവിക്കും. നമുക്കറിയാമല്ലോ ഉരുൾപൊട്ടലിനെ കുറിച്ച്, ഈ വയനാട് സ്ഥലങ്ങളെക്കുറിച്ചൊന്നും പറയേണ്ട ആവശ്യമില്ല. നമുക്കറിയാം ഉരുൾപൊട്ടലിൻ്റെ ആ ഭീകരതയൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യമാണ്. ഇവിടെ ഒന്നുമില്ലെങ്കിൽ പോലും വയനാടൻ ചുരങ്ങളിലൊക്കെ ഉരുൾപൊട്ടലിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്കറിയാം. അപ്പോൾ ചാച്ചൻ പറഞ്ഞു, ഇന്ന് എന്തെങ്കിലും സംഭവിക്കും. ഇങ്ങനെ മഴ നിലയ്ക്കാതെ തുടങ്ങിയ മഴ ഇങ്ങനെ തോരാതിരുന്ന എന്താ സംഭവിക്കുക? എന്താണെങ്കിലും അന്നും പതിവ് പോലെ സന്ധ്യയിൽ ജപമാല ചൊല്ലി പ്രാർത്ഥിച്ച് മക്കളെയെല്ലാം ചേർത്ത് പിടിച്ച് അമ്മച്ചി ഇങ്ങനെ പറഞ്ഞു, പിതാവായ ദൈവമേ, ഞങ്ങളുടെ ദൈവപിതാവേ, ഞങ്ങളെ കാത്തുകൊള്ളണേ എന്ന് പറഞ്ഞ് അമ്മച്ചി പ്രാർത്ഥിക്കുക. എന്നിട്ട് ഞങ്ങൾ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞു, ഭക്ഷണമൊക്കെ കഴിഞ്ഞ് ഞങ്ങളെല്ലാം കിടക്കുകയാണ്. അപ്പോഴും അമ്മച്ചി മാത്രം മുട്ടിന്മേൽ നിന്നുകൊണ്ട് കരങ്ങളിൽ കൊന്ത പിടിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. സമയം കടന്നുപോയി, ഞങ്ങളെല്ലാം ഉറക്കത്തിലേക്ക് വഴുതി വീണു. സമയം കടന്നു പോകുന്നു. സഹോദരങ്ങളെ, ഇതാ അർദ്ധരാത്രി കഴിഞ്ഞു. അപ്പോൾ ഇടിമുഴക്കം കേൾക്കുന്നുണ്ട്. ഞങ്ങളെ ഞെട്ടി ഉണരും. കൊച്ചല്ലേ, ഞാൻ ഞെട്ടി ഉണർന്നു. അപ്പോൾ ഞാൻ ശ്രദ്ധിച്ചു, മറ്റുള്ളവരെല്ലാം ഉറങ്ങിക്കഴിഞ്ഞപ്പോഴും അമ്മച്ചി മാത്രം കൊന്ത പിടിച്ചിങ്ങനെ കരയുക. കരഞ്ഞോണ്ട് പറയുന്നുണ്ട്, മാതാവേ, നിത്യസഹായ അമ്മേ, മാതാവേ, ഞങ്ങളെ കാത്തുകൊള്ളണേ, ഈ മക്കളുമായിട്ട് ഞങ്ങൾ ഈ മലമ്പ്രദേശത്ത് താമസിക്കുന്നു എന്ന് പറഞ്ഞാണ് അമ്മച്ചി പ്രാർത്ഥിക്കുന്നത്. മെഴുകുതിരി വെട്ടത്തിൽ ഈ അമ്മച്ചിയുടെ കവിളിലൂടെ കണ്ണുനീരിങ്ങൊഴുകുന്ന ആ തിളക്കം എനിക്ക് കാണാം. അങ്ങനെ അമ്മച്ചി പ്രാർത്ഥിക്കുന്നു. വീണ്ടും ഞാൻ ഉറക്കത്തിലേക്ക് വഴുതി വീഴുന്നു. ഒരു നേരം പ്രഭാതമായി വരുമ്പോൾ ഇടിമുഴക്കം പോലുള്ള ശബ്ദം കേട്ട് ഞങ്ങൾ ഞെട്ടി ഉണർന്നു. ഞങ്ങൾക്ക് മനസ്സിലായി, ഇടിമുഴക്കമല്ല, മറിച്ച് ഉരുൾപൊട്ടൽ ആരംഭിച്ചിരിക്കുന്നു. ചാച്ചനും അമ്മച്ചും കൂടി മക്കളെല്ലാം വലിച്ചു പൊക്കി. കൂരിരുട്ട്, ഒരു വല്ലാത്ത ഭയാനകത നിറഞ്ഞു നിൽക്കുന്ന അന്തരീക്ഷം. സഹോദരങ്ങളെ, ആ കല്ലെല്ലാം ഉരുണ്ടു വരുന്ന മലയിടിഞ്ഞു വരികയാണ്. പിന്നെ ഞങ്ങൾക്ക് മനസ്സിലായി, അടുത്ത നിമിഷം ഞങ്ങളുടെ കൊച്ചു ഓലപ്പുര ആ വലിയ കുത്തൊഴുക്കിൽ താഴവാരങ്ങളിലേക്ക് തകർന്നടിഞ്ഞ് ചിന്ന ഭിന്നമായി പോകുന്ന ആ അവസ്ഥയെക്കുറിച്ച് ഉൾക്കിടിലത്തോടെ ചിന്തിച്ചു നിൽക്കുന്നതിന് മുമ്പ് ചാച്ചൻ പറഞ്ഞു, നമുക്കെങ്ങോട്ടേലും ഓടാന്ന് പറഞ്ഞു. അമ്മച്ചി പറയുന്നു, ഈ രാത്രിയിൽ എവിടെ പോകാനാ, നമുക്കൊന്നും സംഭവിക്കുകയില്ല, കർത്താവ് കാത്തുകൊള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് മക്കളെ എന്നെ വിളിച്ച് കെട്ടിപ്പിടിച്ച് ഒരൊറ്റക്കെട്ടായി കണ്ണുകൾ അടച്ചു നിൽക്കുമ്പോൾ, എൻ്റെ സഹോദരങ്ങളെ, ഞങ്ങളുടെ വീടിൻ്റെ മുറ്റത്ത് കൂടി അഗാധമായ ഗർത്തം സൃഷ്ടിച്ചുകൊണ്ട് ആ ഉരുൾപൊട്ടൽ താഴേക്ക് പോയപ്പോൾ ഞങ്ങളുടെ നടക്കല്ല് വരെ തകർന്നു പോയിട്ടും ഞങ്ങളുടെ കൊച്ചോലപ്പുര നനഞ്ഞൊലിച്ച് വിറങ്ങലിച്ച് നിന്നു. ഞങ്ങൾക്കൊന്നും പറ്റിയില്ല. രംഗം ശാന്തമായി. മഴ നിലച്ചു തോർന്നു. ഒരു മരണം നടന്ന വീട് പോലെ ആരും ആരോടും മിണ്ടാതെ, നേരം വെളുത്തപ്പോൾ അല്പം ചായ പോലും അനത്താൻ കെൽപ്പില്ലാതെ എല്ലാവരും വളരെ മൃതപ്രായമായി ഇരിക്കുക. എൻ്റെ പേടി മാറിയിട്ടില്ല, വിറയിൽ മാറിയിട്ടില്ല. എൻ്റെ അമ്മച്ചിയെ വട്ടം കെട്ടിപ്പിടിച്ച് ഞാൻ ചോദിച്ചു, എന്തുകൊണ്ടാ അമ്മച്ചി നമുക്കൊന്നും പറ്റാതിരുന്നത്? എന്തുകൊണ്ടാ അമ്മച്ചി നമുക്കൊന്നും പറ്റാതിരുന്നത്? അമ്മച്ചി പറഞ്ഞു തന്നു, മോനെ, അമ്മച്ചി പറഞ്ഞു തന്നില്ലേടാ, നമ്മുടെ ദൈവം നമ്മളെ കൈവിടിയേലടാ. പിന്നെ നമ്മൾ പ്രാർത്ഥിച്ചില്ലേ, നിത്യസഹായ മാതാവേ, അമ്മേ, ഞങ്ങളെ കാത്തുകൊള്ളണേ എന്ന്. അപേക്ഷിച്ചാൽ ഒരു കുഞ്ഞിനെ പോലും ഈ അമ്മയും കൈവിടിയേലടാ എന്ന് പറഞ്ഞ് എൻ്റെ മൂർധാവിൽ മുത്തം നൽകി അമ്മ വിങ്ങി വിങ്ങി കരഞ്ഞപ്പോൾ ആ കണ്ണുനീര് എൻ്റെ നെറ്റിയിലൂടെ ഒഴുകി. അന്ന് തിരിച്ചറിഞ്ഞൊരു സത്യമാണ് പ്രിയമുള്ളവരെ, സിംഹക്കുട്ടികൾ ഇരകിട്ടാതെ വിശന്ന് വലഞ്ഞേക്കാം. നമ്മുടെ കർത്താവിനെ അന്വേഷിക്കുന്നവർക്ക് കർത്താവ് ബലം പകരുന്നാൽ, കർത്താവ് കരം പിടിച്ചാൽ, കർത്താവ് കരുതലും കാവലും നൽകിയാൽ നമുക്കൊന്നും സംഭവിക്കില്ല എന്നുള്ള വിശ്വാസധാര. ഞാൻ അമ്മച്ചിയെ ശ്രദ്ധിച്ചു നോക്കി. പ്രിയമുള്ളവരെ, അധികമൊന്നും വലിയ കാര്യമായിട്ടുള്ള വലിയ സമ്പന്നതയൊന്നും ഇല്ലാതെ ഞാൻ പറഞ്ഞല്ലോ. പലപ്പോഴും കഷ്ടപ്പാടും ദുരിതമൊക്കെ കൂടെ ഉണ്ടായിരുന്നു. പക്ഷേ അവിടെ ഒന്നും പതറാതെ നിൽക്കുന്നൊരു വിശ്വാസം എനിക്ക് കണ്ടെത്താൻ കഴിഞ്ഞത് എൻ്റെ കുടുംബത്തിലാണ്.
പള്ളി കഴിഞ്ഞൊക്കെ ഈ മലയിലേക്ക് കുറേ ദൂരം മല കയറണം. അപ്പം ഞാൻ ഓർക്കുന്നുണ്ട്, പാറ, ഇടയ്ക്ക് വലിയ കല്ല്, അതുപോലെ തന്നെ മരം, പിന്നെ കുറ്റി, ഇങ്ങനെ വിവിധ അളവിൽ അനുപാതികയിൽ സ്റ്റേഷൻ നിർമ്മിച്ച് 14 സ്ഥലം ഉണ്ടാക്കും എൻ്റെ അമ്മച്ചി. 14 സ്ഥലങ്ങൾ. എന്നിട്ട് അവിടെ ഈ കുരിശിൻ്റെ വഴി എത്തിച്ചാണ് മുകളിലേക്ക് കയറുന്നത്. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ മനസ്സ്, കുഞ്ഞു മനസ്സല്ലേ, പെട്ടെന്ന് പതിഞ്ഞു. ഇനിയോ എന്ത് വീട്ടിലില്ലായ്മ വന്നാലും കൈപിടിച്ച് എൻ്റെ ഇടവക ദേവാലയത്തിൽ ചെന്നിട്ട്, അപ്പോൾ അവിടെ വൈദികൻ ദിവ്യകാരുണ്യം ഉയർത്തുമ്പോൾ, ഇതെൻ്റെ ശരീരമാകുന്നു, ഇതിൻ്റെ രക്തമാകുന്നു, കരങ്ങൾ ഉയർത്തുമ്പോൾ ആ ഈശോയെ കാണുമ്പോൾ ഈ അമ്മച്ചി കരയുന്ന കണ്ടിട്ടുണ്ട്. അപ്പം ഞാൻ ഇങ്ങോട്ട് നോക്കുക, ആ അപ്പത്തേലേക്ക് നോക്കുക, അമ്മച്ചിയുടെ മുഖത്തേക്ക്. എന്തിനാ അമ്മച്ചി കരയെന്ന് ചോദിക്കുമ്പോൾ അമ്മച്ചി പറയും, മിണ്ടില്ലേ മോനെ, മിണ്ടില്ലേ, അത് ഈശോ, ആ ഈശോയാടാ നമ്മുടെ എല്ലാം എന്ന് പറയുന്ന, അതാ നമുക്കെല്ലാം തരുന്ന ദൈവം, അതാ നമ്മുടെ സർവസ്വവും എന്ന് പറഞ്ഞു തന്ന ഓർമ്മകളും ഇപ്പോൾ മനസ്സിൽ പച്ച പിടിച്ച് കിടക്കുന്നു. വലിയ വിദ്യാഭ്യാസമൊന്നുമില്ല അമ്മച്ചിക്ക്. എവിടുന്ന് കിട്ടി പ്രിയമുള്ളവരെ ഈ ദൈവീക ജ്ഞാനത്തിൻ്റെ ഉൾപ്പൊരുളുകൾ? അത് ആഴമായ വിശ്വാസം തന്നെയാണെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഒരുപക്ഷെ ഇവിടെ ഇരിക്കുന്ന ആരുടേതായ എൻ്റെ വല്യപ്പച്ചന്മാരുണ്ട്, വല്യമ്മച്ചിമാരുണ്ട്, മുതിർന്നവരൊക്കെ ഉണ്ട്. ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടാകാം. നിങ്ങൾക്ക് നാട്ടിൻപ്രദേശത്തൊക്കെ ഇവിടേക്ക് വന്ന് താമസിച്ച് ആ കാലഘട്ടങ്ങളിൽ ദൈവം വഴി നടത്തിയ ഒരുപാട് അനുഭവങ്ങളുണ്ട് ഇവിടെയുള്ളവർക്ക്. തീർച്ചയായും ഞാനതിനെ മാനിക്കുന്നു. പക്ഷേ പ്രിയമുള്ളവരെ, ഈ കാലഘട്ടത്തിൻ്റെ വലിയ ദുരന്തം എന്നാണെന്നറിയാമോ? ഈ വിശ്വാസധാരയ്ക്ക് ദൈവത്തെ തേടുവാനുള്ള സമയം നഷ്ടപ്പെട്ടു പോകുന്ന ഒരു ഭീകരമായ തിരക്ക് മനുഷ്യനെ ഗ്രസിച്ചു കഴിഞ്ഞു. ഇത് വലിയ അപകടമാണ്. ദൈവത്തെ പോലും ഒന്ന് കാണാൻ, ഒന്ന് കേൾക്കാൻ, ദിവ്യബലിയിൽ ഒന്ന് പങ്കെടുക്കുവാൻ, അല്ലെങ്കിൽ അതിനുവേണ്ടി ഒന്ന് നിലകൊള്ളുവാൻ, ഒരു കൺവെൻഷനിൽ പങ്കെടുക്കുവാൻ, കർത്താവിൻ്റെ വചനത്തിൻ്റെ ഉൾപ്പൊരുളൊന്ന് ഗ്രഹിക്കുവാൻ പോലും സമയമില്ലാത്ത ഒരു വേഗത, അത് അതിഭീകരമാണ്. അവിടെ കർത്താവ് പറയുന്നു, നീ ശാന്തമാകുക. സഹോദരങ്ങളെ, പലപ്പോഴും നമുക്ക് വലിയ ഈ ആഴമായ വിശ്വാസത്തിൻ്റെ ഉന്നതിയൊന്നും ആവശ്യമില്ല. മറിച്ച് വളരെ നിഷ്കളങ്കമായ ഒരു സ്നേഹം മതി ഈശോയോട്. വിശുദ്ധ മർഗരീത്തോട് ഈശോ പറയുന്നുണ്ട്, നിഷ്കളങ്കമായ നിന്റെ ഒരു സ്നേഹത്തിന് വേണ്ടി ദാഹിച്ചാ ഞാനിരിക്കുക. ലോകത്തെ ഏറ്റവും മനുഷ്യൻ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ഞാൻ ഇഷ്ടപ്പെടുന്നത്, ഈശോയെ നിന്നെ ഞാൻ സ്നേഹിക്കുന്നു എന്ന് പറയുന്നതാണെന്നാണ് ഈശോ പറഞ്ഞത്, വിശുദ്ധ മർഗരീത്തി വെളിപ്പെടുത്തിയത്. നിന്റെ വിശ്വാസം എന്ന് പറയുന്നത് എന്നോടുള്ള നിഷ്കളങ്കമായ സ്നേഹമാണെന്ന മർഗരീത്തോട് ഈശോ പറഞ്ഞത്. അപ്പൊ വിശ്വാസം എന്ന് പറയുന്നത് ഈശോയെ നമ്മുടെ എല്ലാമായി ഉൾക്കൊള്ളുന്ന ഒരു സ്നേഹമാണ് പ്രിയമുള്ളവരെ. അതാ വിശ്വാസം. അതിലുപരി നമ്മളിങ്ങനെ ആകാശത്തെവിടെ ഇരിക്കുന്നു ദൈവത്തിലെ ഉപരിയായിട്ട് ഈശോയെ നമുക്ക് എന്താ ചെയ്യേണ്ടത് എന്ന് ചോദിക്കുന്ന ഒരു സ്വാതന്ത്ര്യം. ഞാൻ ഇന്നിവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ പങ്കുവെക്കേണ്ട ഒരു കാര്യത്തെക്കുറിച്ച് ചിന്തിച്ചതായിരുന്നു. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 24-28 അവിടെ ഇങ്ങനെ കാണുന്നുണ്ട്, അവർ എത്തേണ്ടിയിരുന്ന ഗ്രാമത്തോടടുത്തു, അവനാകട്ടെ യാത്ര തുടരുകയാണെന്നു ഭാവിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് ധ്യാനിച്ചേ. അതായത് അവർ എത്തേണ്ടിയിരുന്ന ഗ്രാമത്തോടടുത്തു, എമ്മാവൂസിലേക്കുള്ള യാത്ര കേട്ടോ, അവനാകട്ടെ യാത്ര തുടരുകയാണെന്ന് ഭാവിച്ചു. ഒന്ന് ധ്യാനിക്കേണ്ട വിഷയം അത് ഇല്ലേ? എന്തിനാ അവനവനെ ഭാവിച്ചത്? എന്തിനാ ഭാവിച്ചത്? ഇവരെന്നെ വിളിക്കുന്നുണ്ടോ എന്നറിയാൻ. ഇത് മനുഷ്യനുള്ള ഒരു നിഷ്കളങ്കമായ സ്നേഹം. അത് കണ്ടോ, അത് ഈശോ കാണിച്ചു കൊടുക്കുക. എന്ത്? അവൻ തിടുക്കത്തിൽ പോകാൻ ഭാവിക്കുന്നു. അപ്പോൾ അവർ പറഞ്ഞു, അവനെ നിർബന്ധിച്ചുകൊണ്ട് പറഞ്ഞു, ഞങ്ങളുടെ കൂടെ വസിക്കണമേ, നേരം വൈകുന്നു, പകൽ അസ്തമിക്കാറായി. കണ്ടോ? അപ്പോൾ ഇവൻ നിർബന്ധിക്കുന്നുണ്ടോ എന്നുള്ള ഒരു സ്നേഹ ആകാംക്ഷ ഈശോയ്ക്കുണ്ട്. പ്രിയമുള്ളവർ, ഇതാണ് വിശ്വാസം എന്ന് പറയുന്നത്. ഈ ദൈവം നോക്കുക, നമ്മുടെ ഓരോ പ്രാർത്ഥനയും വിശ്വാസത്തോടെയാണോ നിഷ്കളങ്കമായാണോ എന്ന്. വലതുകരമൂർത്തി ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇനി വേറൊരു കാര്യം പറയാം. യോഹന്നാൻ സുവിശേഷം 6-ാം അധ്യായം 5-ാം വാക്യം. യേശു കണ്ണുകൾ ഉയർത്തി നോക്കി, ഒരു വലിയ ജനതതി തൻ്റെ അടുത്തേക്ക് വരുന്നത് കണ്ടു. അവൻ പീലിപ്പോസിനോട് ചോദിച്ചു,
ഇവർക്ക് ഭക്ഷിക്കാൻ നാം എവിടെ നിന്ന് അപ്പം വാങ്ങും? പ്രൈസ് ദി ലോർഡ്. അപ്പോൾ വലിയൊരു ജനതതി വിശന്നിരിക്കുന്നത് യേശു കണ്ടു. അവർ യേശുവിൻ്റെ അടുത്തേക്ക് അവർ വരിക എന്ന് യേശു മനസ്സിലായി. അപ്പോൾ പീലിപ്പോസിനോട് യേശു ചോദിക്കുക, ഇത്രയും പേർക്ക് ഭക്ഷിക്കാൻ എവിടെ നിന്ന് നമ്മൾ അപ്പം വാങ്ങും? ഇനി എഴുതിയിരിക്കുന്നത് വളരെ രസകരം കേട്ടോ. അവനെ പരീക്ഷിക്കാനാണ് യേശു അങ്ങനെ ചോദിച്ചത്. എന്തു ചെയ്യണമെന്ന് യേശുവിന് അറിയാമായിരുന്നു. വലതുകരമൂർത്തി ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, യേശു പീലിപ്പോസിനോട് ചോദിക്കുക, പീലിപ്പോസേ, ഇവർക്ക് എവിടുന്നാ ഭക്ഷണം കൊടുക്കുന്നത്? എന്തു ചെയ്യണമെന്ന് അവൻ അറിയാമായിരുന്നു. ഇതാണ് പ്രിയമുള്ളവരെ ദൈവം നോക്കുന്നത്. എനിക്കും നിനക്കും വിശ്വാസം ഉണ്ടോന്നാ. കടബാധ്യതയുടെ അങ്ങേ അറ്റത്തേക്ക് എത്തി അവിടെ ചോദിക്കുന്നത്, മേരിക്കുട്ടി അല്ലെങ്കിൽ പത്രോസേ, ഇനി എന്നാ ചെയ്യും? ഇത്രയും ബാങ്കിൽ നിന്ന് നോട്ടീസ് വന്നല്ലോ, എന്നാ ചെയ്യും? ഈശോ ചോദിക്കും. അപ്പോൾ നമുക്ക് പറയാനാകണം, എൻ്റെ ഈശോയെ, അങ്ങ് ഉള്ളപ്പം എനിക്കെന്തിനാ ടെൻഷൻ എന്നു പറയുന്ന ഒരു വിശ്വാസവും ഉണ്ടോ എന്നാണ് കർത്താവ് നോക്കുക. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ, പൗലോസ്ലീഹ പറഞ്ഞത്, നിങ്ങളുടെ ഇടയിലായിരുന്നപ്പോൾ യേശുക്രിസ്തുവിനെ കുറിച്ചല്ലാതെ, അതും ക്രൂശിതനായവനെ കുറിച്ചല്ലാതെ മറ്റൊന്നിനെ കുറിച്ചും അറിയേണ്ടതില്ലെന്ന് ഞാൻ തീരുമാനിച്ചു. എന്താ? നിങ്ങളുടെ ഇടയിലായിരുന്നപ്പോൾ ക്രൂശിതനായവനെ കുറിച്ചാ, യേശുവിനെ കുറിച്ചാ? എങ്ങനെ? നിങ്ങളുടെ ഇടയിലായിരുന്നപ്പോൾ യേശുവിനെ കുറിച്ചല്ലാതെ, അതും ക്രൂശിതനായവനെ കുറിച്ചല്ലാതെ മറ്റൊന്നിനെ കുറിച്ചും അറിയേണ്ടതില്ലെന്ന് ഞാൻ തീരുമാനിച്ചു. പൗലോസ് പറയാ, മറ്റൊന്നും അറിയണ്ടെന്നേ, മറ്റൊന്നും അറിയണ്ട. അറിയേണ്ടത് ഒന്ന് മാത്രം, ഇതാ ക്രൂശിതൻ എന്നു പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലെ വിശ്വാസധാര വളർത്താൻ ഒരേ ഒരു പാഠപുസ്തകം, അത് യേശു ക്രിസ്തുവാണെന്ന് ഇതാ ഈ പൗലോസ്ലീഹ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. വീണ്ടും പൗലോസ്ലീഹ പറയുന്നുണ്ട്, 1 കൊരിന്ത്യർ 8:2 ഇങ്ങനെ പറയുക, അറിവുണ്ടെന്ന് ഭാവിക്കുന്നവൻ അറിയേണ്ടത് അറിയുന്നില്ല. അറിവുണ്ടെന്ന് ഭാവിക്കുന്നവൻ അറിയേണ്ടത് അറിയുന്നില്ല. പ്രിയമുള്ളവരെ, നമുക്കൊക്കെ ഒരുപാട് അറിവുണ്ടെന്നാണ് നമ്മുടെ ധാരണ. പലരും നമ്മൾ കരുതുന്നത് എന്താ? ലോകവിജ്ഞാനം, കുറേയേറെ പഠിച്ചു മുന്നേറിയാൽ, കുറേ ഉന്നത വിദ്യാഭ്യാസമൊക്കെ ഉണ്ടെങ്കിൽ അത് അറിവാണെന്ന് നമ്മുടെ ഒരു ധാരണയുണ്ട്. തീർച്ചയായും അത് അറിവ് തന്നെ. പക്ഷേ അറിവുണ്ടെന്ന് ഭാവിക്കുന്നവൻ അറിയേണ്ടത് അറിയുന്നില്ല. പ്രിയമുള്ളവരെ, നമുക്കറിയാമല്ലോ, പണ്ട് ദൈവിക ജ്ഞാനത്തോടെ നീങ്ങിയിരുന്ന തലമുറയും ഇന്ന് ആധുനികതയുടെ വലിയ തള്ളലിൽ അല്ലെങ്കിൽ ഉന്നതിയിൽ, കമ്പ്യൂട്ടറിൻ്റെയും ഇൻ്റർനെറ്റിൻ്റെയും വാട്സാപ്പിൻ്റെയും ഫേസ്ബുക്കിൻ്റെയും യൂട്യൂബിൻ്റെയും ഒക്കെ ഇടയിൽ ആടിത്തിമിർക്കുന്ന, മേളത്തിമിർപ്പോടെ നീങ്ങുന്ന ഉന്നത വിദ്യാഭ്യാസധാരികളായി മുന്നേറുമ്പോൾ സഹോദരങ്ങളെ, ദൈവികത അന്യമാകുന്നു. ഞാൻ ഉറപ്പു തരുന്നു, വളരെ ചുരുങ്ങിയ മക്കൾക്ക് മാത്രമേ ദൈവിക വചനങ്ങൾ, ഉൾപ്പൊരുളുകൾ തിരിച്ചറിയുവാൻ ബോധവും ചിന്തയും ബുദ്ധിയും ഭാവനയും അറിവും ഒക്കെ പ്രകാശപൂരിതമായി ഇന്നുള്ളൂ. അല്ലാത്തത് ഒരു നല്ല ശതമാനവും ഈ ആധുനികതയുടെ അറിവിൽ, ചിന്തയും ഭാവനയും ബുദ്ധിയും അറിവും മൂടപ്പെട്ട് കിടക്കുകയാണ് പ്രിയമുള്ളവരെ. അതുകൊണ്ട് ഈ സക്രാരിക്കരിയിൽ വരുവാനോ, കൂദാശയുടെ ആഴം തിരിച്ചറിയുവാനോ, സത്യസഭയുടെ മൂല്യം തിരിച്ചറിയാനോ കഴിയാതെ വിശ്വാസത്തിൽ നിന്ന് പടിയിറങ്ങിപ്പോകുന്ന ഒരു ഭീകരത കണ്ടിട്ടും കാണാത്തവരാണ് നമ്മളെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഒരു വലിയ കാര്യം പ്രിയമുള്ള സഹോദരങ്ങളെ, കരളുരുകി നെഞ്ചമുരുകി കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ സന്നിധിയിൽ പ്രാർത്ഥിക്കേണ്ട യാമങ്ങളാണ് ഇനിയുള്ളത്. നമ്മളൊക്കെ ഇപ്പോഴും കൺവെൻഷനും ധ്യാനങ്ങളും പങ്കെടുക്കുമ്പോൾ ഇത്തിരി പോന്ന കുറേ കാര്യങ്ങൾക്കേ നമ്മൾ ആത്മീയത കണ്ടെത്തുന്നുള്ളൂ. ഞാൻ ഉറപ്പ് തരുന്നു, നിങ്ങൾ എന്നെ എന്നാ കരുതിയാലും കുഴപ്പമില്ല, ഞാൻ ഉറപ്പ് തരുന്നു, ഇന്ന് കൺവെൻഷൻ ഓടിക്കൂടുന്ന, ധ്യാനങ്ങൾക്ക് ഓടിക്കൂടുന്ന ഞാൻ ഉൾപ്പെടെയുള്ള ഒരു 98% വ്യക്തികൾക്കും ആത്മീയത എന്ന് പറയുന്നത് അനുഗ്രഹങ്ങൾ മാത്രമാണ്. അനുഗ്രഹദാതാവിനെ വേണ്ട പ്രിയമുള്ളവരെ, അനുഗ്രഹദാതാവിനെ വേണ്ട. എൻ്റെ കാര്യം നടന്നാൽ അതാണ് ആത്മീയതയെന്ന്, അതാണ് അഭിഷേകമെന്ന് നമ്മൾ തെറ്റിദ്ധരിക്കുന്ന ഒരു മിഥ്യയിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് ഈ ധ്യാനം എൻ്റെയും നിൻ്റെയും ഒടുവിലത്തെ ധ്യാനമാണെന്ന് പറയാൻ പറ്റിയല്ല.
ഹൃദയം മാറ്റിമറിക്കണം പ്രിയമുള്ളവരെ. അത് വെറുതെ ഒരു വെള്ളപൂശിയ അവസ്ഥയല്ല, മറിച്ച് ആഴങ്ങളിലേക്ക് നീക്കി വലയെറിഞ്ഞേ പറ്റൂ. നമ്മളൊക്കെ കരുതിയിരിക്കുന്നത് എൻ്റേതെന്ന് കുറെ കരുതലുണ്ട്. നമ്മൾ എൻ്റേത്, എനിക്ക്, എൻ്റെ കുടുംബം, എൻ്റെ വീട്, എൻ്റെ മക്കള് ദൈവം തന്ന മക്കളാ. പക്ഷേ തിരിച്ചറിയുക, എത്ര മക്കളെ ഇത് ദൈവത്തിൻ്റെ കുഞ്ഞാണെന്ന് പറഞ്ഞ് ദൈവത്തിന് സമർപ്പിക്കുവാൻ മാതാപിതാക്കൾ തയ്യാറാണ്. പ്രിയ സഹോദരങ്ങളെ, വചനപ്രഘോഷത്തിൽ ഓടിയെടുക്കാൻ അനേകം മാതാപിതാക്കളുണ്ട്. ഒരു വചനപ്രഘോഷണ വേദിയിലേക്ക് ഒരു കുഞ്ഞിനെ അയക്കാൻ എത്ര പേർക്ക് സാധിക്കും? അവർക്ക് തങ്ങളുടേതായ സ്വകാര്യതയും ഉന്നത വിദ്യാഭ്യാസവും ഉണ്ട്. പലപ്പോഴും ഞാൻ ഉൾപ്പെടെ, എനിക്കറിയാം, ഞാൻ വലിയ അംഗപ്രഘോഷണമൊന്നും അല്ലെ പോലും എളിയ രീതിയിൽ, എൻ്റെ മെയിനായിട്ട് ഗാനരചനാ മേഖലയിലാണ് ഞാൻ ശുശ്രൂഷ ചെയ്യുന്നത്, പാട്ടിൻ്റെ മേഖലയിലാണ്. പക്ഷേ ഇന്ന് എളിയ രീതിയിൽ ഇങ്ങനെയൊക്കെ പിച്ച വെച്ച് ഈ വചനവേദിയിൽ നീങ്ങുമ്പോൾ പലരും ചോദിക്കാറുണ്ട്, മെച്ചമാണോടാവേ, ഇങ്ങനെ പോയ വല്ല ഒക്കുവോ എന്ന് പറഞ്ഞാൽ വചനപ്രഘോഷണം ദൈവത്തിൻ്റെ ഈ കാര്യം എന്നൊക്കെ പറയുന്നത് അതൊക്കെ മറ്റ് പണിയൊന്നും ഇല്ലെങ്കിൽ എന്നൊരു ധാരണയാണ്. സഹോദരങ്ങളെ, നമുക്ക് കിട്ടിയ നമ്മുടെ സമയം, നമ്മുടെ ആരോഗ്യം, നമ്മുടെ സമ്പത്ത്, നമ്മുടെ മക്കൾ, നമ്മുടെ കഴിവ്, ഇത് മുഴുവൻ ദൈവത്തിന് വേണ്ടിയുള്ളതാ. ദൈവവിശ്വാസത്തിൽ അടിയുറച്ച് ആ മൂല്യത്തിൽ മുന്നേറുമ്പോൾ മാത്രമേ ജീവിതം ധന്യമാവുകയുള്ളൂ. അറിവുണ്ടെന്ന് ഭാവിക്കുന്നവൻ അറിയേണ്ടത് അറിയുന്നില്ല. ഒറ്റക്കാര്യം ഞാൻ ഉറപ്പ് പറയാം, വിശ്വാസത്തിന്റെ വലിയ വിശ്വാസ വീരന്മാരെ ഒന്നും അപഗ്രഥിക്കേണ്ട തൽക്കാലത്തേക്ക്. ഒറ്റക്കാര്യം ചെയ്യാൻ പറ്റുമോ? വിശ്വാസ പ്രമാണം, ഏകവും പരിശുദ്ധവും സൈകികവും സാർവത്രികവുമായ സത്യസഭ പഠിപ്പിക്കുന്ന വിശ്വാസ പ്രമാണം ഭക്തിയോടെ ശ്രദ്ധയോടെ അർത്ഥമറിഞ്ഞ് ചൊല്ലാൻ കഴിഞ്ഞാൽ അതിൽ പരം ശക്തമായൊരു കോട്ടയില്ല. നമുക്ക് ഈ ബോധ്യമുണ്ടോ? വലതുകരമൂർത്തി ഹല്ലേലൂയ. അവിടെ നമ്മൾ പറയുന്നത് എന്താ? സർവശക്തനായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. ദൈവം സർവശക്തനാണെന്ന വിശ്വാസം നമുക്കുണ്ടോ? ഉണ്ടോ? ദൈവം സർവശക്തനാണെന്നുള്ള വിശ്വാസം നമുക്കുണ്ടോ? ഉണ്ടെന്ന് നമ്മൾ പറയുമ്പോഴും പ്രിയമുള്ളവരെ, ഞാൻ പറയാം, ദൈവം പറയുന്നത് എന്താ? 41:10 യേശയ്യ, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. സംഭ്രമിക്കേണ്ട, ഞാനാണ് നിന്റെ ദൈവം. ഞാൻ നിന്നെ ശക്തിപ്പെടുത്തും, ഞാൻ നിന്നെ സഹായിക്കും. എൻ്റെ വിജയകരമായ വലതുകരം കൊണ്ട് ഞാൻ നിന്നെ താങ്ങി നിർത്തും. ജോഷുവ 1:9, ശക്തനും ധീരനുമായിരിക്കണമെന്നും ഭയപ്പെടുകയോ പരിഭ്രമിക്കുകയോ ചെയ്യരുതെന്നും നിന്നോട് ഞാൻ കൽപ്പിച്ചിട്ടില്ലയോ? നിന്റെ ദൈവമായ കർത്താവ് നീ പോകുന്നിടത്തെല്ലാം നിന്നോട് കൂടെ ഉണ്ടായിരിക്കും. യോഹന്നാൻ 14:1, നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, ദൈവത്തിൽ വിശ്വസിക്കുവിൻ, എന്നിലും വിശ്വസിക്കുവിൻ. മത്തായി 28:20, യുഗാന്തം വരെ എന്നും ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. ഈ വചനമല്ല നമുക്കറിയില്ലേ? നമുക്കറിയാം, ഈ വചനമൊക്കെ നമുക്കറിയാം. പക്ഷേ ഞാൻ മാറിയെന്ന് പറയുകയല്ല, ഞാൻ ഉൾപ്പെടെയാ. പക്ഷേ പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ ദൈവം കൂടെയുള്ളെന്നുള്ള ബോധ്യമൊക്കെ കാറ്റിൽ പറക്കാൻ കേവലം അടുത്തൊരു ചേട്ടൻ മതി. നമ്മുടെ വീടിൻ്റെ അയലോക്കാരൻ ചേട്ടൻ പറയുക, അതേ തോമസേ, നിന്റെ വീട്ടിൽ ആരോ എന്തോ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഇത്രയും വിശ്വാസം ചോർന്നു പോകാൻ അല്പസമയം മതി. നമുക്കെപ്പോഴും ഈ നെഗറ്റീവ് കാര്യങ്ങൾ ചിന്തിക്കാൻ അതിനൊരു പ്രത്യേക മമതയുണ്ട് മനസ്സിൽ. പ്രിയമുള്ളവരെ, ഒരുപാട് സഹനങ്ങളുടെയും പ്രതികൂലതയുടെയും വഴിയെ ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത്. അവിടെ ചടഞ്ഞു വീഴേണ്ടവരല്ല, വിശ്വാസത്തിൽ തളർന്നു പോകേണ്ടവരല്ല ക്രിസ്ത്യാനികൾ. മറിച്ച് ഉത്തരോത്തരം വിശ്വാസത്തിൽ അടിയുറച്ച് മുന്നേറുവാൻ. കാനാൻകാരുടെ വിശ്വാസം, ശതാധിപന്റെ വിശ്വാസം, രക്തസ്രാവക്കാരുടെ വിശ്വാസം, ഇങ്ങനെ ഏറെ വിശ്വാസത്തിന്റെ സാക്ഷ്യങ്ങൾ നമുക്കുണ്ടല്ലോ. ഇനി ലാസർ മരിച്ചപ്പോൾ മർത്തയും മറിയം കരഞ്ഞു നിൽക്കുമ്പോൾ ഈ മർത്തായോട് എന്താ പറഞ്ഞത്? ഈശോ പറഞ്ഞത് എന്താ പറഞ്ഞത്? വിശ്വസിച്ചാൽ നീ ദൈവമഹത്വം ദർശിക്കും. അപ്പോൾ വെറുതെ കുറെ അറിവ് നേടിക്കഴിഞ്ഞാൽ പ്രിയമുള്ളവരെ, ഉറപ്പ് ലോകത്തിന്റെ അറിവല്ല, ദൈവീക ജ്ഞാനമാണ് ദൈവവിശ്വാസത്തിൽ നമ്മളെ ആഴപ്പെടുത്തുക. ആ ജ്ഞാനം കിട്ടുവാൻ ഈ ലോകത്തിന്റെ വലിയ വിദ്യാഭ്യാസമൊന്നും വേണ്ട. ആ ജ്ഞാനം കിട്ടുവാൻ തിരുസക്രാരി തേടിയാ മതി. പരിശുദ്ധ കുർബാനയുടെ മുൻപിൽ ഉപവസിക്കുന്ന മക്കൾ, പരിശുദ്ധ കുർബാനയോട് ഹൃദയം ചേർക്കുന്ന മക്കളുടെ ജീവിതത്തിലേക്ക് ജ്ഞാനം നിറയും. ഒരു കാര്യം ഉറപ്പ് പ്രിയമുള്ളവരെ, എത്ര അതീന്ദ്രിയ ധ്യാനങ്ങളോ എത്ര മെഡിറ്റേഷൻസോ
മനുഷ്യമക്കളുടെ മുമ്പിൽ കുത്തിവെച്ചാലും പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ചൈതന്യത്തിന്റെ നിറവിലേക്ക് ഒരു കുഞ്ഞ് ഹൃദയം ചേർത്ത് വിശ്വസിച്ചില്ല എങ്കിൽ അവന്റെ ജീവിതം വെറും വട്ടപ്പൂജുവാ. അവന്റെ ജീവിതം വട്ടപ്പൂജുവാ. അതുകൊണ്ടാ സുഭാഷിതം 9:10 പറയുന്നത് പരിശുദ്ധനായവനെ അറിയുന്നതാണ് അറിവ്. അപ്പോൾ അറിവുണ്ടെന്ന് ഭാവിക്കുന്നവൻ അറിയേണ്ടത് അറിയുന്നില്ല. ഇതാ പറയുന്നു പരിശുദ്ധനായവനെ അറിയുന്നതാണ് അറിവ്. അതുകൊണ്ട് പൗലോസ്ലീഹ പറഞ്ഞത് ഈ യേശുക്രിസ്തുവിനെ കുറിച്ചല്ലാതെ മറ്റൊന്നിനെ കുറിച്ചും അറിയണ്ട. ഇന്ന് നമുക്കറിയാമല്ലോ, ദിനപത്ര താളുകൾ നമ്മൾ എത്ര തീഷ്ണതയോടെ ഓരോ ദിവസവും വായിക്കുന്നത്. സത്യത്തിൽ ഈ മാത്സര്യവും ഭിന്നതയും പീഡനവും വാണിഭവും ഇതെല്ലാം വായിച്ച് സത്യക്രിസ്ത്യാനിയുടെ ചിന്താ ഭാവന ബുദ്ധി ദൈവിക ജ്ഞാനം നിറയേണ്ട ഇടം വ്രണപ്പെട്ട് മലീമസമായി ദൈവിക ജ്ഞാനത്തിന് കടന്നു വരാൻ കഴിയാത്ത വിധം ഇരുൾ നിറഞ്ഞു കിടക്കുന്നു. പ്രിയമുള്ളവരെ, ഈ ഫേസ്ബുക്കും വാട്സാപ്പും അഡിഷനായി മാറുന്ന കുഞ്ഞിന് ഒരിക്കലും പ്രാർത്ഥിക്കാൻ പറ്റിയല്ല. നിങ്ങൾ നോക്കിയോ, എത്ര യുവജനങ്ങളുണ്ട് ഈ കൂടെ, എത്ര കുഞ്ഞുമക്കളുണ്ട് ഈ കൂടെ. ഒരുപക്ഷെ പരീക്ഷാ കാലമാണെന്നും പറഞ്ഞുകൊണ്ട് അവരെ പഠിപ്പിക്കാനിരിക്കുകയായിരിക്കും. അതിലൊന്നും ഞാനൊന്നും പറയാൻ ഞാനല്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പ്, പരിശുദ്ധനായവനെ അറിയുന്നതാണ് അറിവ്. ലൂക്ക 2:52 യേശു ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിലും വളർന്നു വന്നു. എൻ്റെ സഹോദരങ്ങളെ, അതാണ് ഈ കാലഘട്ടത്തിൻ്റെ ദുരന്തം. ലോകവിജ്ഞാനമുണ്ട്, അതിനൊരു കുറവുമില്ല. പക്ഷേ ദൈവിക ജ്ഞാനമില്ല. ദൈവിക ജ്ഞാനം തേടാൻ പോലും മാതാപിതാക്കളായ നമ്മളും അവരെ നിർബന്ധിക്കുന്നില്ല. അതിനു പകരം ഞായറാഴ്ച പോലും കർത്താവിൻ്റെ ദിവസം പരിശുദ്ധമായി ആചരിക്കണം എന്നുള്ള നിയമത്തെ, ദൈവകൽപ്പനയെ വെറും നിസ്സാരമായി കണ്ട് കാറ്റിൽ പറത്തുന്ന ഒരു സംസ്കാരം വളരുമ്പോൾ അതല്ലേ മരണ സംസ്കാരം? കർത്താവിനെ വെല്ലുവിളിക്കുകയല്ലേ? ഇരുമ്പാണിക്കിട്ട് തൊഴിക്കുന്നതല്ലേ അത്? കണ്ണടച്ചിരുട്ടാക്കുന്നതല്ലേ അത്? ഉറപ്പാ പ്രിയമുള്ളവരെ, എൻ്റെ കുഞ്ഞ് ഞായറാഴ്ച പരിശുദ്ധ ബലിപീഠത്തിനരികെ നിന്ന് ആ ദൈവിക ജ്ഞാനമായ ദിവ്യകാരുണ്യം ഉൾക്കൊണ്ട് വളരണമെന്നുള്ള വീറും വാശിയും നമുക്കുണ്ടോ? ഉറപ്പാ. ആ കുഞ്ഞു വളരും. വീടിനും വീട്ടുകാർക്കും നാടിനും നാട്ടുകാർക്കും ഇടവകയ്ക്കും രൂപതയ്ക്കും ദേശത്തിനും കേരള സഭയ്ക്കും ഭാരതസഭയ്ക്കും തിരുസഭയ്ക്കും അനുഗ്രഹമായി, അഭിഷേകമായി